ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലെത്തി. ഇൻട്രോയും സംഭവമൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആകെ തളർന്ന് കുത്തി നാശകോടാലമായിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് കുളിക്കണം, ഞങ്ങൾക്കൊന്ന് വൃത്തിയാകണം. അതുമാത്രമല്ല ഞങ്ങളുടെ തുണി അലക്കണം, ഞങ്ങളുടെ വണ്ടി ചെക്ക് ചെയ്യണം, ഞങ്ങൾക്ക് വണ്ടി റെഡിയാക്കണം. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചില്ല. കാരണം ഇന്നലത്തെ നമ്മുടെ ഭക്ഷണം വെപ്പും പരിപാടികളല്ല. എന്തിൽ കുടുങ്ങിപ്പോയി പിന്നെ ടയർ പൊട്ടി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പുറം വലിയ കടലും സത്യം റോഡും പൊളിഞ്ഞു കിടക്കുമായിരുന്നു. വേറെ സ്റ്റെപ്പിന് ടയർ ഉള്ളതുകൊണ്ട് എടുത്തിട്ടു. ഗൈസ് ഇനി പ്രശ്നമുണ്ട്. എന്നറിയോ, സ്റ്റെപ്പിന് ടയറില്ല, മാറ്റി കൊടുക്കണം. അതായത് ഇതാണിപ്പോൾ ഉള്ളതിൽ നല്ല ടയർ. ഇത് പൊട്ടിയ ടയറാണ്. ഈ ടയർ പൊട്ടിയതാ. അതിൻ്റെ ഇവിടെ എവിടുന്നാ കാണിക്കാൻ പറ്റുക? ഇങ്ങ് വന്നടാ. എവിടെയാ? ഇപ്പുറത്തോട്ട് വാ. ഇതിലേ വാ. ഇത് കണ്ടോ കീറിപ്പോയേക്കുന്നുണ്ടോ? എനിക്ക് ടയർ ചൂടായതവനെ. സംഭവിച്ചതെന്ന് വെച്ചാൽ ആ എഡ്ജിലേക്ക് ഇതേപോലെ പോയി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ടയർ പൊട്ടി. എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടോ ടയർ പൊട്ടുന്നത് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ഇത്രയും വർഷത്തെ ഇതിൽ ആദ്യമായിട്ട് ടയർ പൊട്ടിയത് നന്നായി. നമ്മളെ വലിയ ഹൈവേന്ന് 100-120 മാറ്റണം കേട്ടോ. ടയർ മാറ്റണം, എല്ലാ ടയറും മാറ്റണം. ഫ്രണ്ടിൽ 2 ടയർ എന്തായാലും പുതിയ മേടിച്ചിട്ടുണ്ട്. ഇന്നലെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വരുമോന്ന് ചോദിച്ചപ്പോഴത്തേക്കും €100 ഏറ്റവും കുറഞ്ഞ €100. ഈ യൂറോ വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഫ്രണ്ടിൽ 2 ടയർ എന്തായാലും മാറ്റണം. 100% ഉറപ്പിച്ചോ. ഫ്രണ്ടിലെ ടയർ മാറ്റുക, എൻ്റെ ഫ്രണ്ടിലെ ടയർ എടുത്ത് ബേക്ക് ഇടുക, ബേക്കിലെ 2 ടയർ എടുത്ത് അവിടെ ഇടുക. അത് നടക്കുള്ളൂ. ഒരെണ്ണം ബാക്കി വരും, അതെവിടെയും കെട്ടി വെക്കാം. ഇതാ പൊട്ടിയ ടയറോ? അല്ല, പൊട്ടാത്ത ഒരെണ്ണം ബാക്കി വരൂലേ? കളഞ്ഞാ പോരെ? അല്ലടാ, ഇത് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും ഈ ടയർ വേണേൽ പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് വന്ന ബെൽറ്റ്, ഈ ടയർ വേണേൽ ആർക്കെങ്കിലും ഓടില്ല. എത്ര രാജ്യം ഓടിയതെന്നല്ലേ? ഏകദേശം 20-25 രാജ്യം ഓടിയ ടയറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി. ഇത് കൊറിയർ കാശ് നിങ്ങൾ കൊടുക്കണം. ഗൈസ് ഇതിൻ്റെ ബെൽറ്റ് വീണ് ലൂസായിട്ടുണ്ട്, അതൊന്ന് നോക്കണം. വണ്ടി ഇത് കണ്ടെങ്ങുവാ. ഇന്നിവിടെ ഭയങ്കര വിശിഷ്ടമായ എന്തോ ഒരു ഹോളി ഡേ ആണ്. ഇവരുടെ പള്ളിയിൽ എന്തോ പരിപാടി. ഇത് കണ്ടോ, ഇതിവിടെ ഒരു കുരിശ് അങ്ങനത്തെ എന്തോ സംഭവം. ഇത് എല്ലാവരുടെയും വീടുകളുണ്ടോ. ഇത് എണ്ണയൊക്കെ കത്തിച്ച് ഇതിൻ്റെ ചെറിയ പള്ളിയാണ്. കാണിച്ചു കൊടുത്താൽ ഇവിടെ നിങ്ങൾ പള്ളി ഇത് കണ്ടോ, ചെറിയ പള്ളിയാണ്. ചെറിയ പള്ളി. എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഇവര് മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും. ഇവരാണ്. ഇത് ബ്ലൂബെറി ഉണ്ടോ? ഇത് കണ്ടോ, എന്നോട് പറഞ്ഞാൽ എന്തോരം പറിച്ചു തന്നോളെ. എന്തോരം ബ്ലൂബെറി എന്ന് നോക്കിയേ. കുറേയൊക്കെ ടാസോയ്ക്ക് തരാൻ വേണ്ടി. ഇയാളെ പേര് ടാൻസോ, മറ്റുള്ള പേരെന്നാ? ടാൻസി. ഇത് ബ്ലൂബെറി പറിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ പരിപാടി കാണിച്ചു തരാൻ പറഞ്ഞു. ഇന്നിവിടെ ലീവാണ്. അത് നമ്മുടെ നാട്ടിലെ ഓശാനയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈസ്റ്ററോ എന്താ പറയുക, അങ്ങനത്തെ എന്തോ ഒരു പരിപാടി ഇവിടെ. എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവരുടെ കലണ്ടർ വേറെ കേട്ടോ. ഇവർക്ക് ക്രിസ്മസ് വേറെ, ഈസ്റ്റർ വേറെ, ഓശാന വേറെ, എല്ലാം വേറെ. ഇവർ ഈസ്റ്റർ എല്ലാം ഇവർ ഓർത്തഡോക്സ് വേറെ. ഇവർക്കെല്ലാം വ്യത്യാസമുണ്ട്. അവിടെ കേട്ടോ തുണി അലക്കിട്ടോ ഇടണ്ടേ. എവിടെയാ? ഇവിടെയാണ്. നാളെ ഇവർ തുറക്കുള്ളൂ. നാളെ തുറക്കുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇവിടെ കയറ്റുക, എന്നിട്ട് നിന്നങ്ങോട്ട് പരിശോധിക്കുക. അല്ലേ നല്ല? അത് നല്ല അടി കയറിയിട്ട് നോക്കാം. അല്ല അടി കയറി കറന്നിട്ട് കാര്യമൊന്നും. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു പേനയും പേപ്പറും മേടിക്കും, എല്ലാം എഴുതാനുള്ള സാധനം വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ പേപ്പർ വിളിക്കാനാണ് മേടിച്ചു തരാം. ഗൈസ് ഐഡിയ. അപ്പോൾ 2 പേന എടുപ്പുണ്ട്. ആണോ? അപ്പം അത്ര സംഭവം മാത്രമേ ഉള്ളൂ. നമുക്ക് അടിയിലെ സാധനങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇന്നലെ നമ്മൾ ഊരിച്ചിരി സാഹസികമായിട്ടാണ്. ഇനിയിപ്പോൾ തുണിയെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. തുണിയെല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയട്ടെ, ആദ്യം നമുക്ക് ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് ചെയ്താലോ? അതല്ലേ നല്ല. അല്ല, തുണി അലക്കാൻ ഇപ്പം ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഭക്ഷണം വെച്ച സാധനം പിന്നെ സൗകര്യത്തിനെടുത്താൽ പോയി. അങ്ങനെ ചെയ്യാം. ബാത്റൂമൊക്കെ അതിനെക്കുറിച്ച് അറിയാവോ? എന്നാ ഇത് ഇടാൻ വാഷിംഗ് മെഷീൻ എങ്ങനെയാന്ന് നോക്കാട്ടോ. വാഷിംഗ് മെഷീൻ നമുക്ക് സായിപ്പുള്ളാരും ചെയ്തു തന്നു. അതെ, തുണി ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എവിടെയാ പോയല്ലോടാ? പോയി. എന്നാ പറഞ്ഞേ? പുള്ളിക്കാരൻ അത് ട്രാൻസ്ഫർക്ക് കൊടുക്കണം. എന്നാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ 3-ാം തീയതി പോകുമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് വേസ്റ്റുള്ള സാധനം ആക്കിയിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പഠിക്കണം ആദ്യം. ഇവിടെ ഒന്നും ബാത്റൂമിന് ഇതില്ല കേട്ടോ, കഥയില്ല, ഇതില്ല. എന്നാ ഇതെങ്ങനെ ഉപയോഗിക്കൂടാ? നമുക്ക് ഇതിനകത്ത് സാധനം ഇട്ടിട്ട് പുള്ളി വരുന്നോണ്ട് വരെ വെയിറ്റ് ചെയ്യാം. അതായിരിക്കും തടിക്ക് നല്ലത്. വാ ഓണാക്കല്ലേ? അതായിരിക്കും നല്ലത് ഗൈസ്. അതായത് ഫുള്ള് ബ്ലാക്ക്ബെറിയാണ്. കാലിൻ്റെ അടി മൊത്തം ബ്ലാക്ക്ബെറി. എന്തോരം ഇവിടെ ബ്ലാക്ക്ബെറി, ഒലിവ് സീസണായ ഒലിവ്, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, ഇതെല്ലാം എന്തോരം വേണമെങ്കിലും കിട്ടും. ആദ്യം പോയിട്ട് തുണി അലക്കാനുള്ള തുണിയെല്ലാം സെപ്പറേറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഇടാൻ തുണി ഉണ്ടാവും. അതായത് നമുക്കെല്ലാം സെപ്പറേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണം. ഈ അടിയിലെ മോട്ടറൊക്കെ നോക്കണം കേട്ടോ. എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ പറയണേ. ഞാൻ കമൻറ്റ് വായിച്ച് നോക്കുന്നതാണ്. എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്ത് പോയാലും നോക്കാമല്ലോ. ഇത് അടുത്ത പ്രാവശ്യം കൊണ്ടുവരണം കേട്ടോ. 2 എണ്ണം. ഇത് പൊട്ടി ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിൽ ശരിയാക്കണം, അല്ല എഴുതി വെക്കണം. അല്ലടാ പിന്നെ ഒരു സാധനം മിസ്സായി പോയാൽ പോയതാ. വാ കയറിക്കും.
ഒരു സാധനം മിസ്സായി പോയതാട്ടോ. വണ്ടിയല്ല അലമ്പാണ്. നിങ്ങൾ വലിയ പിന്നെ ഗീർ വാക്കങ്ങളൊന്നും പറഞ്ഞാൽ കരുത്. കാരണം ഇന്നലെ മനുഷ്യൻ ഇഷയെണ്ണ വരച്ചിട്ടാണ് സാധനം റെഡിയാക്കിക്കൊണ്ട് വന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അടി കിടക്കാണ്ട് വെപ്രാളത്തിൽ ഊരിയതാണ്. അപ്പോൾ മറ്റേ പുള്ളി പറയും, നീ എന്തിനാ ഇത്ര പിന്നെ സാധനങ്ങളൊക്കെ ഊരുന്നത്, സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന്. അന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ പുള്ളിയുടെ രാജ്യത്തല്ലേ ഉള്ളത്, പുള്ളിയുടെ ഐഡിയ ഇവിടുത്തെ ഐഡിയ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഐഡിയയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതെല്ലാം ആ പുള്ളിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. നമുക്കത്ര ബുദ്ധി ഓടിയില്ല അതിനെക്കുറിച്ച്. അല്ലടാ പിന്നെ എന്നോട് പറഞ്ഞു ചെയ്താലോ എന്ന്. പക്ഷെ ഞാനും ഡൗട്ട് അടിച്ച് നിന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്താലും നമ്മുടെ അവിടെ നിന്ന് ഊരി പോകുന്നു. തടി നമുക്ക് കിട്ടിയല്ലോ. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. സഹായിക്കാൻ പോയതാ. അതായത് വേറൊരു വണ്ടി കുഴി ചാടണ്ടാലോ എന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് ഇപ്പുറത്തോട്ട് ഒതുക്കി കൊടുത്താ ഏറിക്കൊടുത്ത. അപ്പം കല്ല് എച്ചി തട്ടി. പിന്നെ ഇതെന്താണ് ഇപ്പം എല്ലാവരും പറയും, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോയിട്ട് ഒരു ജാക്കിയും ഒരു ലിവറും പോലും നിങ്ങളുടെ അടുത്തില്ലേന്ന് ചോദിക്കും. ഇല്ല ചോദിക്കും. അപ്പം ഞാൻ പറയാം, അതിൻ്റെ സാധനം ഞങ്ങൾ ഇതേപോലെ ഇടാൻ നേരത്തെ സാധനം പൊട്ടിപ്പോയി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ വണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു 3 കൊല്ലെങ്കിലേ കാണും. ഈ സാധനം അവിടെ ഇരുന്നും ഈ തണുപ്പും വെയിലും അടിച്ചിട്ട് ഈ സാധനത്തിൻ്റെ ഇരുമ്പിൻ്റെ ഉറപ്പെല്ലാം പോയി. ഞാനൊരു ചവിട്ടി എടുക്കാൻ നേരത്തെ 2 കഷ്ണമായി പോയി. മൂന്നാമത്തെ പ്രശ്നം എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ ദിവസം അടിക്കാൻ നേരത്തെ ഏറിട്ട് അടിച്ച് ഫുള്ള് ടൈറ്റായി കളഞ്ഞു. അപ്പോൾ ടൈറ്റായി കളഞ്ഞു വെച്ചാൽ നമ്മൾ പിടിക്കാൻ നേരത്തെ ആ ഞെട്ട് ഫുള്ള് പൊട്ടി ഉള്ളിത്തെ പോവായിരുന്നു. അപ്പോൾ നമുക്കൊരു പേടി വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഞെട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മെഷീൻ വെച്ച് കട്ടർ വെച്ച് മുറിക്കാനേ പറ്റുള്ളൂ. പിന്നെ അത് വെച്ച് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അലോവിയിൽ പൊട്ടും. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഡൗട്ട് അടിച്ച് നിന്നതാണ്. അങ്ങനെയാണ് മൂന്നാമത് ഒരാൾ വന്ന്, ഞങ്ങൾ 2 പേര്, പിന്നെ മൂന്നാമത് ഒരാളും കൂടെ വന്നിട്ട് ശരിയാക്കി തന്നെന്ന് പറയാൻ വേണ്ടി നമ്മളും കൂടി. അതായത് ഒരു കമ്പ് വെച്ചിട്ട് ആ കമ്പിൻ്റെ മേളിലോട്ട് ഈ വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് അങ്ങനെ ഈ സാധനം ലൂസാക്കി എടുത്തു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അവിടെ എന്താ ആഘോഷം ആയതുകൊണ്ട് പിള്ളേർ മറ്റേ പച്ചവെള്ളം കെണ്ണി നിറച്ചുകൊണ്ട് വന്നിട്ട് മുഖത്തടിയും. എത്ര പേര് വന്ന് അടിച്ചിട്ട് പോയെന്നറിയാമോ? ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ രാജ്യമാണ്. അപ്പോൾ ഇതെല്ലാം സഹിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് പരിപാടി നടത്തിയത്. അതായത് ഈ തായ്ലൻഡിലൊക്കെ മറ്റേ ഗണ്ണ് വെച്ച് ദേഹത്തിലേക്ക് വെള്ളം അടിപ്പിക്കും. അതായത് നമ്മുടെ ഹോളി പോലെ തന്നെ വരുന്നവരും പോകുന്നവരും എല്ലാം സുഖമല്ലേന്ന് ചോദിക്കും, ഈ സാധനം അടിച്ചിട്ട് പോകും. അല്ലേ? റിയൽസ് എടുക്കാൻ വേണ്ടി എടുത്ത സാധനം തെറിയായിരുന്നു ആൾക്കാർ. ഒരു ഉടുപ്പ് ഇതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട്, ചുണ്ടേ തൂക്കുന്ന സാധനമുണ്ട്, ലിബാമ. ആ പാൻറ്റിൻ്റെ അകത്ത് നോക്കണേ. അത് നീ എടുത്തിട്ടേ പാൻറ്റിൻ്റെ അകത്താ. അല്ല അവിടെ നോക്കാം, ഇടാൻ നേരത്ത് നോക്കാം. അപ്പം ഗൈസ് ഇന്നലെ അതാണ് സംഭവിച്ചത്, വേറെ ഒന്നുമല്ല. അല്ലേ ഇവനെ? എല്ലാവരും പറയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു. അല്ലേ ഇവനെ? ഇനി ഞങ്ങൾക്ക് പറയാൻ പറ്റൂലേ ഗൈസ്? ഇനിയും വേറെ കാര്യം കൂടെ പറയാനുള്ള. ഇനി നമുക്ക് ട്രാവൽ വീഡിയോസ് ഇല്ല. നമ്മൾ വീട്ടിലോട്ട് പോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കുക, വണ്ടി ക്ലീൻ ആക്കുക, വണ്ടിക്ക് എന്താ പരിപാടി, ഇത് മാത്രമാണ് ഇനി ചെയ്യുന്നല്ലേ ഇവനെ? ഇനി ട്രാവൽ വീഡിയോസ് ഇല്ല. നിങ്ങൾ ഇനി അതും വിചാരിച്ചു ഞാൻ ട്രാവൽ വീഡിയോസ് ഇല്ലാത്ത എന്ന് ചോദിച്ചാക്കരുത്. യാത്ര കഴിഞ്ഞു. ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ യാത്ര കഴിഞ്ഞു. ഇനി നമ്മൾ നാട്ടിൽ 6-ാം തീയതി പോവും. അപ്പോൾ 6-ാം തീയതി പോകാനുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ കാർ ഇട്ട് പോകുന്ന പോലെ ഈ നമുക്ക് വണ്ടി ഇട്ട് പോകുന്ന പോലെ അല്ല. ഒരു വീട്ടിൽ എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. നമ്മൾ പരമാവധി സാധനങ്ങൾ നമ്മുടെ അടുക്കി നമ്മൾ വെക്കും. എന്നാലും നമ്മുടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ സാധനം പോകാതെ മൊത്തം ചെളിയാവും. അടുത്ത പ്രാവശ്യം പോകാതെയും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം രാശിയില്ലാത്ത നിക്കറ് അടുത്ത പ്രാവശ്യം വരാൻ നേരത്ത് നമ്മുടെ സാധനം എവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടാ പോവാ. ടാഗ് എടുത്ത് വെച്ചു. അല്ലെ നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ വെച്ച് എങ്ങനെ വെച്ച് നമുക്ക് ഓർമ്മ വരൂല. അല്ലേ ഇവനെ? പിന്നല്ലേ, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോവുക, അതാണ് നമ്മുടെ പരിപാടി. നമുക്ക് കുറച്ച് സാധനങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോകണം, കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കണം. അതേപോലെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പാർട്സുകൾ നമ്മുടെ അടുത്ത് ഇനി അടുത്ത പ്രാവശ്യം കംപ്ലയിൻറ്റ് വെട്ടിക്കഴിഞ്ഞാൽ ഇടാനുണ്ടോ, എത്ര എണ്ണം കൊണ്ടുവരണം, അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടത്. പിന്നെ അതേപോലെ ഈ പ്രാവശ്യം നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് തോന്നുന്ന ഷോക്കൊക്കെ പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെ പരമാവധി സാധനങ്ങൾ നമ്മൾ നോക്കിയും എടുത്തും ശ്രദ്ധിച്ചും നോക്കിയും വേണം നമുക്ക് പോകാൻ വേണ്ടി. അല്ലേ ഇവനെ? ഡ്രോൺ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഡ്രോൺ ഇവിടെ തന്നെ വെച്ചിട്ട് പോകാം. അല്ലേ? പിന്നെ ഡ്രോൺ കൊണ്ടുപോയത് മാത്രം ഓർമ്മ. ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിടിച്ചു വെക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ വരില്ല, നമ്മുടെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ വരും. മറ്റേ ദുബായിൽ നിന്ന് ആരെയും പിടിക്കില്ലാത്ത ഒരു ഇയർഫോണും ഒരു മറ്റേ ലാപ്പും എടുത്തിട്ട് അറിയാതെ വന്ന് ബെൽറ്റ് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് നിക്കറിച്ച താന്നും പോയി. അന്നപ്പം പാടെ ഡി ജെ എന്നും പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോയി. എന്നിട്ടുള്ള സാധനങ്ങൾ മൊത്തം തപ്പി. അന്ന് സിഗരറ്റ് വലിയുള്ള കാരണം പല കമ്പനിയുടെ സിഗരറ്റും ഉണ്ടായിരുന്ന കയ്യിൽ. എല്ലാ സാധനവും പൊളിച്ചിട്ട് അവർ നോക്കി. അങ്ങനെ 1.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവരും വിട്ടു. അല്ലേ ഇവനെ? ഗൈസ് നമ്മളങ്ങനെ ഇത്രയും സാധനം നമുക്ക് കിട്ടി. അതായത് അലക്കാനുള്ള സൈഡിൽ നിന്ന് എടുക്കണ്ടേ ഇവനെ? ഇനി സൈഡ് ഇഷ്ടം പോലെ. ഇത് ഒരു ട്രിപ്പിലൊന്നും നിൽക്കില്ല. നമുക്ക് തന്നെ ആരെങ്കിലും വീഡിയോ കോൾ വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതായിരിക്കും ബുദ്ധി. പുള്ളിക്കാരനെ വിളിച്ചിട്ട് വരാതിരിക്കാന്നല്ലേ. പുള്ളിക്കാരനെ കാണുമ്പോൾ ചോദിക്കും നിങ്ങൾ എപ്പോഴാണ് പോന്നേ. നമ്മുടെ കൊണ്ടുപോകേണ്ട 2 ബാഗ് കേട്ടോ. ഈ ബാഗ് ഇവിടെ വെക്കണം. അവിടെ ഫുള്ള് അരിച്ച് പറക്കണം കേട്ടോ. അവിടെ
ഇതിൻ്റെ അകത്ത് തുണി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ തുണി, അവിടെ തുണി അലക്കാനില്ല. ഇല്ലല്ലോ. ഇല്ല ഇല്ലല്ലോ. നോ മാൻ, ഇൻസൈഡ് അവിടെ ഇല്ല. ബാഗാ, കഴിഞ്ഞ ദിവസം തപ്പിയതാണല്ലോ. ഇൻസൈഡ് ദിസ് ഇൻസൈഡ് ഇൻ ഡ്രസ്സസ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഡ്രസ്സ് ഔട്ട് ഇൻ വാഷ്. ഈ ഇത് ടാഗ് പോയതാടാ. പോയതാ? നീ വെള്ള ടാഗ് എന്ന് പറഞ്ഞല്ലേ? 1 2 2 3 4. ഇത് വേണ്ട, ഇട്ടിട്ടില്ല. മാറ്റിക്കും. ഉടുപ്പൊന്നും ഇട്ടിട്ടില്ലേ? ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല. ഇത്രയും ഡ്രസ്സ് ഇതന്ന് തന്നു. ഒന്ന് ദൂരെ തുണിയൊക്കെ കണ്ടെന്ന് ഓർത്താ, ചില്ലറ തുണിയൊന്നുമല്ല. ഇത്ര സോണ വാഷിംഗ് മെഷീനിൽ പോവാടാ? ഇല്ല, ഒറ്റയടിക്ക് 2 വട്ടം പോവായിരിക്കും. അതാ ഞാൻ പറഞ്ഞു ഇട്ടിട്ട് വിടാന്ന്. അത് ഇട്ടിട്ടില്ലെന്നാ തോന്നുന്നത് അല്ലേ? നമുക്ക് ഇത് കൂട്ട് ഇത് വേണം കേട്ടോ കൊണ്ടുപോകാൻ, ഈ എലാസ്റ്റിക് ഉള്ളത്. അത് നല്ല നാട്ടിൽ പോകുമ്പോഴേ ഇങ്ങനത്തെ നിക്കറാണ് നല്ല. മറ്റേ ബെൽറ്റുള്ള നിക്കർ നല്ലല്ലേ. 8 മണിക്കൂർ ഇരിക്കണം കേട്ടോ. ഇനി 9 മണിക്കൂറും പിന്നെ അവിടുന്ന് കൊച്ചിക്ക് 4 മണിക്കൂറും ഡൽഹിയിൽ നിന്ന്. ഇരിക്കണം. മൊത്തം എത്ര മണിക്കൂർ ജേണിയാണെന്നറിയാമോ? മൊത്തം ഒരു 14 മണിക്കൂർ ജേണി. 14 അല്ലോ, 13 മണിക്കൂർ ജേണി കേട്ടോ. ഇനി ഫുള്ള് ഇന്ത്യക്ക് ആയതുകൊണ്ട് നമുക്ക് ഡൽഹി വരെ ഫുഡ് കിട്ടും. പച്ചക്കറി അതെല്ലാം ഇറക്കാനുള്ള നോക്കണേ കഴിച്ച് നമുക്ക് മണത്ത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ? അത് മണത്ത് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടത് ഏതാ ഇടാത്ത ഏതാ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഏകദേശം എന്തായി? ഉടുപ്പെല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ സീസണിനോട് ഈ ടീഷർട്ടും കഴിഞ്ഞു. ഞാൻ അടുത്ത ടീഷർട്ട് മേടിക്കും. ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കിട്ടാൻ എനിക്ക് ലേറ്റ് ആയിപ്പോയി, അതാ പറ്റിപ്പോയി അല്ലേ? യെസ്, നമ്മൾ നാട്ടിലെത്താൻ വേണ്ടി. അതായത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പല വെള്ളം പല ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിതൊന്നും സ്ഥിരമായിട്ടും കിട്ടത്തില്ല. അലക്കാത്ത അത് അലക്കിയത് ഗൈസ്. ഇത്രയും തുണി അതിൻ്റെ അകത്ത് കയറുമെന്ന് ഫോൺ എടുത്തോ? വീഡിയോ കോൾ വിളിക്കാം. ഫോൺ എടുത്തു ഗൈസ്. ഇത്രയും തുണി അതിൻ്റെ അകത്ത് എടുത്തോന്ന് ഇത്രയും തുണി അതിൻ്റെ അകത്ത് കയറുമെന്ന് വെച്ചാൽ സംശയം. ഇല്ല, സിംഗിൾ ഷോട്ട് 2 ഷോട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. 2 ഷോട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. എത്ര സമയം വേണം ഇത് അലക്കണേല്? 30 മിനിറ്റ്. ഉറപ്പാ? ആ, കഴിഞ്ഞ ദിവസം അത്ര സമയം എടുത്തു. അല്ല, കോഴി കൂകുന്നു. കുറുക്കന് ചിക്കൻ കറിയാന്നാ തോന്നുന്നത്. ഇവിടെ എന്തോരം കുറുക്കനാന്നറിയാമോ അല്ലേ? ഇത് അലക്കി ഇടുക, ഭക്ഷണ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരിക, ഭക്ഷണം വെക്കുക, ഇത് വിരിച്ചിടുക, നാളെ വണ്ടി ചെക്ക് ചെയ്യുക, ഫുള്ള് പരിപാടി തീർക്കുക, കുളിച്ച് വൃത്തിയാക്കുക, നാളെ കഴിഞ്ഞ് രാവിലെ ഇവിടുന്ന് പോവുക. ഇതാണ് നമ്മുടെ മുമ്പിലെ പ്ലാൻ. ഇതെന്നാടാ? ഓരോ സാധനം നോക്കണം. പാൻറ്റിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരണേ. പനി നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് തുണി ഇട്ടു. അല്ല, എന്തിലൊക്കെയോ പിടിച്ചപ്പോൾ എന്തൊക്കെയോ കിടന്ന് കറങ്ങി. ഏത് സാധനത്തെ പിടിച്ചപ്പോൾ കറങ്ങി. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. പിന്നെ കിട്ടുന്ന സാധനം നമുക്ക് വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കി അങ്ങനെ പരിചയം. നമുക്ക് കല്ലേലിട്ട് അലക്കിയ പരിചയം. കല്ല് പുഴ, അതെ, ഇങ്ങനത്തെ സാധനമേ ഉള്ളൂ. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതുപോലും അങ്ങനെ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ കല്ല് പുഴയിലൊക്കെ ഇട്ടാണ് ഇത് ഇത് തന്നെ നീ പറഞ്ഞ കറക്റ്റാണല്ലോ. പിന്നെ അങ്ങനെ തന്നെ സംഭവം. ഇത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സംഭവം. അത് 60 ഡിഗ്രിയിലോട്ട് മറ്റേത് 60 ഡിഗ്രിയിലോട്ട് ഇവിടെ കറക്റ്റ് ഇട്ടാക്കുന്നത്. എന്താ സംഭവങ്ങളൊക്കെ കറക്റ്റാ. അല്ല, ഇത് 60 ചെയ്യേണ്ട കാര്യമില്ല. ആണോ? മാക്സിമം കുറച്ച് കഴിയുമ്പോൾ ഇതാവുമായിരിക്കുമല്ലേ? അതിനാ സോപ്പൊക്കെ പോയാ ആയിക്കോളൂനെ. പക്ഷെ വെള്ളം വരണ്ടേടാ. വെള്ളം വന്നില്ല? ഇപ്പോഴോ വെള്ളം വരുന്നുണ്ട്. ആദ്യം വെള്ളം വന്നായിരുന്നു. വാഷിംഗ് മെഷീൻ ഒന്നും പറ്റൂലെന്ന് നമുക്ക് വിശ്വസിക്കാം. 500 യൂറോയാണ് കുറഞ്ഞ ഒരു സാധാ വണ്ടൻ AC-ക്ക്. പിന്നെ അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ സാധാരണ 500. ഇന്നലെ നമ്മൾ ടയർ മാറ്റേണ്ടത് ഒരു തമിഴ്നാട്ടിൽ പറഞ്ഞ ഒരു $100 പിന്നെ ഒരു $100. നമ്മുടെ നാട്ടിൽ 20,000 രൂപയാണ് ഒരു ടയർ മാറാൻ. ഇവിടെയൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ വന്നൊരു പൈസ ഉണ്ടാക്കി. ഇനിയും വരുന്നവരൊക്കെ ത്രിക്കോണം അടിക്കുള്ളൂ കേട്ടോ. ഇനിയും വരുന്നത് ഞങ്ങൾ റീൽസ് ചെയ്തായിരുന്നു, അതേപോലെ ഉണ്ടാവും. അതെ, ഇനിയും വരുന്നതിനൊന്നും വലിയ ഗതി പിടിക്കില്ല. കാരണം ഇവിടെ ഓൾറെഡി എല്ലായിടത്തും എല്ലാവരും ആളായി, ഇവിടെ കോമ്പറ്റീഷനായി. അതായത് ഇപ്പം 100 രൂപയ്ക്ക് ഒരു സാധനം ചെയ്യാനാൽ 50 രൂപയ്ക്ക് കഴിഞ്ഞ് ഇപ്പോൾ ആളായി. പണ്ട് അങ്ങനെയല്ല. 100 എന്ന് പറഞ്ഞാൽ 150 ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം. വണ്ടി എടുത്താ? വണ്ടി എടുത്താൽ തിരിച്ചിട്ടില്ല. ലൊക്കേഷൻ വെക്കാം ഗൈസ്. ഏകദേശം ഞാനും ലിബിനൊക്കെ കുരഞ്ഞ് കുത്തി കിട്ടോ. തളർച്ചയല്ല പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് ശരീരം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അതായത് നമ്മളിതിങ്ങനെ
ഡെയിലി ഇങ്ങനെ ഓടി വരുമ്പോൾ അവസാനം ഉറക്കങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെതായ വിഷയങ്ങളും സംഭവങ്ങളുമാണ്. എന്നാൽ ഹെൽത്തി പരമായിട്ടൊരു പ്രശ്നമില്ല അല്ലടാ ലിവിനെ. 2 ദിവസം ഒന്ന് മര്യാദ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ശരിയാകുന്ന കേസുള്ളൂ. പക്ഷെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട്, പിന്നെ നമ്മുടെ കാലാവസ്ഥ അല്ലല്ലോ ഇവിടുത്തെ കാലാവസ്ഥ. കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ആഗോള സ്തംഭനവും അതിൻ്റെ വിഷയമാണ്. ആഗോളപരമായിട്ടുള്ള എന്ത് വിഷയം വന്നാലും നമ്മളെ ബാധിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ആദ്യം ഫ്രണ്ടിലേക്ക് പോവുകയാണ്. AC ഒക്കെ വർക്ക് ഉണ്ടാകുമെന്ന് നോക്കണം കേട്ടോ. AC ഒക്കെ ഇവിടെ ഗ്രാമിനാണ്. പിന്നെ ഗ്യാസിൻ്റെ പൈസ ഗ്രാമിന്. പിന്നെ എല്ലാ സാധനം നോക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാം കൊണ്ടുവരാൻ. ടയർ നമുക്ക് ഇനി പ്രസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾ നടക്കൂല. ടയറിന് കനമുണ്ട്. കനം വരാതെ ലഗേജിനെ ബാധിക്കും. 2 ടയറും കൂടി എത്ര 10 ഉണ്ടാവും. നമ്മൾ പോയിട്ട് എന്നാലും സാധനം മേടിച്ചോണ്ട് വരാം കേട്ടോ. ഒച്ചയും വെക്കാൻ പറ്റില്ല ഇവിടെ. ഇവിടുത്തെ രീതിയാണ് ഇതാണ് ഹൈവേ. ഇന്നിവിടെ ആഘോഷം വന്നേ, അതാണ് പ്രശ്നം. ഇന്ന് ആഘോഷം, നാളെ ആഘോഷം. ഇവിടെ ആഘോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പണിയൊന്നുമില്ല അല്ലേടാ. ആഘോഷം നിറഞ്ഞ രാവുകളാണ് ഇവിടെ മൊത്തം. ഇതിൻ്റെ തൊട്ട് ബേക്കിലാണ് ഞങ്ങളൊരു അമ്മച്ചിയുടെ കക്കൂസ് ടാങ്ക് പൊളിച്ചു കളഞ്ഞ കേട്ടോ. സെപ്റ്റിക് ടാങ്ക് അത് പൊളിച്ചു. നേരെ ഫ്രണ്ടിലേക്ക് പോടാൻ ഇവനെ. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നമുക്കൊരു 2 കിലോമീറ്റർ അത്രങ്ങാനേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തോട്ട്. വേറൊന്നുമില്ല കേട്ടോ. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഭയങ്കര വിലക്കുറവായിരുന്നു. വിലക്കുറവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്താക്കില്ല കേട്ടോ. വിലക്കുറവുണ്ട്. വിലക്കുറവ് ഇവിടുത്തേലും വിലക്കുറവ്. ഇതാണ് മാർക്കറ്റ്. അത്യാവശ്യം നല്ല തിരക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം അല്ലടാ ലിവിനെ. അതായത് ഗ്രാമത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഗ്രാമത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാധനം വാങ്ങാൻ ഇച്ച വിലക്കുറവുണ്ടാവും. ടൗണിലോട്ട് കൊടുക്കുമ്പോൾ പൈസ കൂടിക്കൊണ്ടിരിക്കും. അപ്പുറം പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പുറം പോകണം. ഗൈസ് ഫൈനലി ഞങ്ങൾ സാധനം മേടിച്ചു. കൊക്കക്കോള, തൈരാ നടുക്ക് വെച്ചോടാ. താഴെ വെച്ചോ. നിലത്താ നടുക്ക്. ഇത് താഴെ വെച്ചോ. അവിടെ തന്നെ വെച്ചോ. ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ഞെട്ടരുത് ആരും ഞെട്ടല്ലേ. ഇത് സൺഫ്ലവർ ടൂണ. അതാ സീറ്റിനെ പറ്റി വെക്കാൻ പറ്റുമോ? ഇപ്പം തൽക്കാലം ഇവിടെ വെക്കാം. മല്ലിയില അതേക്കൂട്ട് വെച്ചോ. ഇതല്ല സർപ്രൈസ്. ചിപ്സ് സർപ്രൈസ് ആയിട്ടില്ല. നല്ല ഒന്നാന്തരം ടൂണ, ഫ്രഷ് ടൂണ. 6 യൂറോ, അതായത് നാട്ടിലെ 100-800 രൂപ വരും. ഇത് മൊത്തത്തോടെ പൊക്കിക്കോ. കവറിലോട്ട് ഇട്ടാ പോരെ. ഗൈസ് ഇതാണ് സാധനം. നല്ല ഫ്രഷ് ടൂണ. ഇനി ഇത് വെച്ചൊരു കറിയുണ്ട് മക്കളെ. നല്ല കൊടംപുളിയാ വണ്ടിക്കകത്തിരിക്കുന്നത്. ഇത് വറക്കുകയും ചെയ്യുന്ന അല്ല കറി വെച്ചാലോ മൊത്തം ഇഷ്ടമുള്ള. ഗൈസ് ഏതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. ഇതാ നല്ല എത്ര 1 കിലോ. നമ്മുടെ നാട്ടിലൊക്കെ 1 കിലോ എന്ന് പറഞ്ഞാൽ എന്നാ 1 കിലോ കൂടി വന്ന 300 വരെ ട്രോളിങ്ങിന്റെ സമയത്ത്. അതെ അല്ലേ? സത്യം. കൂടി ഒന്നും അത്രയും പൈസ ആകത്തുള്ളൂ. ഇവിടെ ട്രോളിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇപ്പം 800 രൂപയല്ലേ കാണുമല്ലേടാ? 800 രൂപയായി. അല്ല 610, 700 സംതിങ് രൂപയായി അല്ലേ? ഏകദേശം അത്രയും പൈസ കേട്ടോ. ഇത് 0 ഷുഗർ കൊക്കക്കോള. ഇതൊക്കെ ലാഭം കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ചില സാധനം നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. ചില സാധനം നമ്മുടെ അവിടെയാണ്. ഇന്ന് മുളക് പൊടി മേടിച്ച് ഭയങ്കര ലാഭത്തിലാണ് അല്ലേ? ഇന്ന് ഭയങ്കര ലാഭത്തിലാണ് മുളക് പൊടി മേടിച്ചത്. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു നാട്ടിലെ 40 രൂപ. 40 രൂപയല്ല, 1 യൂറോയ്ക്ക് എത്ര 10 സെന്റ് കുറവുണ്ടായിരുന്നു. 100 രൂപയ്ക്ക് കിട്ടി. ആണോ? നമ്മൾ ഇന്നലെ മേടിച്ചത് എത്രയാ? മിഞ്ഞാന്ന് മേടിച്ചത് എത്രയാ? നാട്ടിൽ നിന്ന് 400 രൂപയ്ക്കാ. പൈസ എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് ആരോഗ്യം വെക്കട്ടെ, എന്നിട്ട് വേണം പണിയെടുക്കാൻ. എന്തൊക്കെ പണിയുണ്ട്. ഇനി അലക്കിയത് പോയി നോക്കണ്ടേ എന്താണെന്നുള്ളത്. പോവാം പെട്ടെന്ന് പോവാം. മാറ്റി തിരിച്ചിട്ടുണ്ടേ. ഫൈനലി സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വണ്ടി സെയിം സ്ഥലത്ത് കണ്ടോ അവിടെ തന്നെ ഇടാവുള്ളൂ. വേറെ എവിടെയും മാറ്റിയിടരുത്. കാരണം ഭക്ഷണം വെക്കാൻ നേരത്ത് അലോയ്മെൻറ്റ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എണ്ണ ഇങ്ങോട്ടും സാധനം അങ്ങോട്ടും കിടക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടി ഇട്ട് ഭക്ഷണം ചെയ്യുന്നതിന് അലോയ്മെൻറ്റ് ഇടുക. അത് നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാവില്ല. അതായത് നിങ്ങളൊരു ചെരിഞ്ഞ സ്ഥലത്തുകൊണ്ട് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കില്ല പാത്രം എന്ന് പറഞ്ഞ പോലെ. അതിൻ്റെ അലോയ്മെൻറ്റ് നോക്കുന്ന സാധനം മേടിക്കണം. അവിടെ പെട്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അടച്ച വിളിക്കണം. ഇല്ല അങ്ങനെ അടയ്ക്കില്ല. വിളിക്കാൻ കഴിഞ്ഞു അടുത്തിടാം. നമ്മൾ എത്രയല്ലേ ഇട്ടേ? അത് കഴിഞ്ഞു ആയി. ഉറപ്പാണോടാ? വെറുതെ ഇത് കഴുകിയതേ ഉള്ളോ? വെറുതെ ഇങ്ങനെ കറങ്ങിയതേ ഉള്ളോ? അതായി. പെർഫെക്ഷൻ തോന്നുന്നില്ല. അതിങ്ങനെ തന്നെ പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒന്നും പല സ്ഥലത്തും വീണിട്ടില്ല. ഇതാ ആയിട്ടില്ല. കഴുകണം. പോയിട്ടില്ല, ആയിട്ടില്ല. ഇതെങ്ങനെ ഇടും?
കൂട്ടിയിട്ട് ടൈം കൂട്ടിയിട്ട് അത് അവിടെ വരണം. ഈ സമയം കൂട്ടിയിട്. 110 അന്ന് വെച്ചാൽ വെള്ളം വീണു. അത് എടുക്കുന്ന എന്നിട്ട് ശരിക്കും ഇത് മാത്രം മതി ഇത് കഴുകാൻ. പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതാ വെള്ളം നിറയട്ടെ. കണ്ടോ പതയുന്നുണ്ടോ? വെള്ളം നിറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഇതാക്കുന്നതെന്ന്. എനിക്ക് മീൻ കിട്ടി. മീൻ ഇനി ബക്കറ്റ്. നിനക്ക് മൈക്കില്ല ഗൈസ്. ഫൈനലി മീൻ കിട്ടി. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്നറിയാമോ? ഈ വണ്ടിക്കകത്തിട്ട് ഈ മീൻ വൃത്തിയാക്കലാണ് പ്രശ്നം. തുടക്കലാണ് അടുത്ത പ്രശ്നം. എന്താ ചെയ്യാൽ ബി? ഇതിവിടുത്തെ ഒരു മെയിൻ സെറ്റപ്പ് ആട്ടോ. ഇങ്ങനെ ഇവരെല്ലാവരും ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് ഷീറ്റിൻ്റെ അകത്ത് വെച്ച് വേണം പണിയെടുക്കാൻ. മീൻ വെട്ടാൻ എന്നെ ലിവിനെ ആരും പഠിപ്പിക്കണ്ട കേട്ടോ. ഞാൻ എത്ര കൊല്ലം ഈ പരിപാടി എടുത്തതാ അല്ലേ അല്ലേ ഗൈസ്? അതിന് നമ്മൾ കഴിഞ്ഞ ഒരാൾക്കാരുള്ളൂ. എൻ്റെ പൊന്നു മോനെ, ഇത് മീനിൻ്റെ എല്ലാ സാധനവും ചെത്തിക്കളഞ്ഞ് സെറ്റപ്പാക്കി. പക്ഷേ ഇതിന് ചെറിയ ഉടവുണ്ട് കേട്ടോടാ. മറ്റേതപ്പം ഭയങ്കര ഉടവായിരുന്നു. മറ്റേപാട് പറിച്ചിടേ തൊലി പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ തന്നെ എടുക്കണം. റിസ്ക് എടുക്കേണ്ട പരിപാടി ഇല്ലല്ലോ. തൊലിയോട് എടുക്കാം അല്ലേ? പോരെ. കുഴപ്പമില്ല. കേരയാണേലും കുഴപ്പമുണ്ട്. അത് തൊലി പൊളിക്കുന്നവരുണ്ട്, തൊലി പൊളിക്കാത്തവരുണ്ട് അല്ലേ? ഏത് തരത്തിലുള്ള ആൾക്കാരുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ മതി അല്ലേ? ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഇനി തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് എവിടെ കൊണ്ടിടും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെകിളയൊക്കെ കളഞ്ഞേക്കാം. ചെകിളയും വേസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടാ കേട്ടാ ഗൈസ്. അതെ. ഓ എടാ നല്ല മീനാടാ. കരിമ്പറ്റ സാധനം ഇതാ. ഫ്രഷാടാ. ഈ അടുത്തൊന്നും ഇത്ര ഫ്രഷ് മീൻ കണ്ടിട്ടില്ല. ഇത് ചെകിള നോക്കിയേ. ചെകിള നല്ല സൂപ്പർ ചെകിള. ആഹാ ഇത് നോക്കിയേ, നല്ല കളയല്ലേ ഗൈസ്? ഇതേ കടലിന്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അതിനെ അല്ലേ? അല്ലടാ, ഇവർക്കൊക്കെ വണ്ടി മീൻ വരുന്നത് ഈ സ്പെയിന്, ഇറ്റലി അങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെയുള്ള ഇതിൻ്റെ മെയിൻ ഏരിയ അല്ലടാ ലിവിനെ? ഗൈസ് ഇത് കണ്ടോ, ഇങ്ങനെ മീൻ വെട്ടിയെടുക്കുന്നു. ഇന്നേക്കൊരു കലക്ക്, അതൊന്നൊന്നര കലക്കായിരിക്കും. ആദ്യമായിട്ടാണ് ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് മീനൊക്കെ മേടിച്ച് കഴിക്കുന്നത്. എന്താവോ എന്തോ അല്ലടാ ലിബി? കഴിഞ്ഞ മാസം എല്ലാം മേടിച്ച് ഊമ്പിയതേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പച്ചമീൻ കണ്ടപ്പോൾ മേടിച്ച അല്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മീനെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നത് മാഹിയൊക്കെയാണ് കിട്ടുന്നത്. ലാസ്റ്റ് കഴിഞ്ഞ ദിവസം മീൻകറി വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ണടച്ചാ കഴിച്ചത്. അയ്യോ പൈസയും പോയി, സാധനവും പോയി. വിഷമിച്ചിട്ട് കാര്യമില്ല. വലിയ പൈസ കൊടുത്താൽ വലിയ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ മീൻ കൊള്ളൂല. മീൻ നല്ലതാണ്, പക്ഷെ നമുക്ക് പറ്റൂല. സ്ട്രിപ്സ് ഇല്ല മറ്റേ നമ്മുടെ കറന്നൊക്കെ അടിക്കുന്ന മറ്റേ നമ്മുടെ ചില്ലി ഫ്ലെക്സ്, അതായത് മറ്റേ KFC പോലെ. അതേപോലെ മീനും കൂടെ മീൻ മുട്ട നല്ല മുട്ട കേട്ടോ. ഒരു കളയുണ്ടായിരുന്നു, വയറ് കളയാം. നല്ല മുട്ട കേട്ടോ. അടിപൊളി മുട്ട കിട്ടിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ യൂറോപ്പിലെ മീൻ പ്രത്യേകത ഉണ്ടോ ഗൈസ്? മുട്ടയുണ്ട്, എല്ലാ മീനും മുട്ടയുണ്ട്. ഇവിടെ മുട്ട വറക്കാം. കഴുകിയെടുക്കാം കേട്ടോ. നോക്കിയാൽ നല്ല ഒന്നാന്തരം മുട്ട. ഓ ചെകിളെടുത്ത് കളയട്ടെ. ഇതേ ചെകിള നോക്കിയേ. ഇവനെ നീ വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് എനിക്ക് കൈ ഇടാൻ തരേണ്ടി വരും കേട്ടോ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, എടുക്കാനും വഴിയുണ്ടല്ലോ. നോ പ്രോബ്ലം. എല്ലാത്തിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ അന്ന് കണ്ട സായിപ്പ് എന്തിയാവോ? സായിപ്പൊക്കെ പോയി കാണാം, ഞാനൊക്കെ വരും. പക്ഷേ ഇവരെ മറ്റേ ഇത് കഴിയണം, എന്നാ ഫെസ്റ്റിവൽ കഴിഞ്ഞാലോ വരുള്ളൂ അല്ലേ? നമ്മൾ പാർക്കിങ്ങിന് അങ്ങോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ആ പുള്ളിക്കാരൊന്നും ഇല്ല അവിടെ. എങ്ങനെ ലീവാക്കാന്ന് ആലോചിച്ച് നടക്കുന്നൊരു പുള്ളിയാണ്. പണിയെടുക്കാൻ താല്പര്യമില്ല, അതാണ് മെയിൻ അല്ലേ? എയർപോർട്ടിൽ കൊണ്ടുവിടുക, എയർപോർട്ടിൽ നിന്ന് വിടുക ആൾക്കാരെ. ആഹാ കരിമ്പച്ച മീൻ കേട്ടാ. ഇന്നത്തെ മീനാന്ന് തോന്നുന്നില്ല ഇവനെ. എനിക്ക് തോന്നുന്നു ഇവർ ചൂണ്ടക്കാരുടെ മീനും കണ്ടാന്ന് തോന്നുന്നത് അല്ലേ? ആ ബ്ലഡ് നോക്കി എന്തോ ഇതേ കറി വെക്കാടാ. കറി വെച്ചാൽ മതി, വറക്കണ്ട പോരെ? അല്ല നല്ല ആ ചെതുമ്പൽ കളയാൻ കത്രി വേണം കേട്ടോ. മറ്റേ സാധനം ഏതാ? അതിൻ്റെ മേളത്തെ അവിടുത്തെ സാധനം കളയാനായാലും കളയൊന്നും വേണം, എടുക്കുക അടിക്കുക. ആ മീൻ്റെ കളറ് നോക്കിയോനെ, അലുവയാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇത്ര ഫ്രഷ് മീൻ ഞാൻ കച്ചവടം വരെ ചെയ്ത. ഇത്ര ഫ്രഷ് മീൻ കാണുന്നത് അല്ലേ ഇവനെ? ഇവിടെ വിൽക്കുന്നതൊക്കെ നല്ല സാധനങ്ങളാണ്. ചീഞ്ഞായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇടും, യൂറോ കുറച്ച് ഇടും. അത് ശ്രദ്ധിച്ചോ? പച്ചക്കറി ആണെങ്കിലും യൂറോ കുറച്ചിടും. ചീഞ്ഞാണെങ്കിൽ അത് ശ്രദ്ധിച്ച് വാങ്ങണം നമ്മൾ.
ഇത് പോയില്ലേ കുഴപ്പമുണ്ടോ? എന്നാ ഏയ് ഇതെല്ലാം തിന്നുന്നല്ലേ ആൾക്കാർ മീൻ. കാരണം അത് വെട്ടാൻ ഓപ്ഷൻ ഇല്ല ഇവിടെ. അതാ വലിയ കത്തിയില്ലല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എൻ്റെ കൈ കിട്ടല്ലേ ഗൈസ്. നോക്കൂ, അതായത് മുളക് പൊടി, ഇത് ഇച്ചിരി കളർ മുളക് പൊടിയാട്ടോ. ഇത് അത്ര ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയ ഗുണമില്ല അല്ലേ ലിബി? നമ്മൾ കഴിഞ്ഞ സാധ്യം മേടിച്ചു. ഇതെങ്ങനെ ഉണ്ടെന്ന് അയച്ചിട്ട് നോക്കട്ടെ. എരിവ് പോരാ. ആ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടാ. വിനാഗിരി ഉണ്ടായിരുന്നു, വിനാഗിരിയും കൂടി ഇട്ടാ കളിക്കാൻ അല്ലടാ ലിബിനെ. ഗൈസ് ഗൈസ് ഇനി എന്നോട് വിളിച്ച് നശിപ്പിച്ചോളാം ഞാൻ. ഇതിനിപ്പം നമുക്ക് കുഴച്ച് സെറ്റപ്പാക്കി എടുക്കണം. ഇതാണ് നമ്മുടെ മീൻ വറക്കാനുള്ള മസാല. ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് തരുമോ ലിബി? എന്ത് ചെയ്യാൻ നേരത്ത് നമ്മൾ വേസ്റ്റ് കവർ എടുക്കണം. അതേസമയത്ത് ലിബിനിവിടെ നമ്മുടെ അരിക്കുള്ള വെള്ളവും സാധനമൊക്കെ ആക്കിയത് അരി ഇവിടെ കഴുകി വൃത്തിയാക്കി സെറ്റപ്പാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ നേരത്ത് നമ്മളിതുപോലെ കവറിലെടുത്തിട്ടാണ്. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ തലവേനയില്ല. നല്ല തലവേനയാണ്. ഒന്നാമത് ഈ കൊച്ചു സ്ഥലമല്ലേ ഉള്ളൂ അല്ലേ ലിബിനെ? ഒരു ഗല്ലിക്കകത്തൂടെ കളിക്കുന്ന കളിയാണ് അതിൻ്റെ അത് കളിക്കുന്നത് ഞങ്ങൾ. ഇതെന്താ ഇത്ര ഇവിടുത്തെ സവോളയുടെ വലിപ്പം നോക്കിയാൽ 200 ഉണ്ടോ ഒരെണ്ണം. ഇത് സലാഡും കൂടെ ഉണ്ടാക്കണം കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ ഈ സവോള കണ്ട ചൈനയാണ്. ഇത്രയും വലിപ്പമുള്ളതല്ലേ? നേപ്പാളിൽ പോലും നമ്മുടെ സവോള വരുന്നത് അല്ലേ? ചൈനയാണ് ഇത്ര വലിയ സവോള നമ്മൾ കണ്ടു തുടങ്ങിയത്. അല്ല, നമ്മൾ ആദ്യം ഇവിടെ പോയപ്പം ദുബായിക്ക് ദുബായ് എന്ത് വെക്കണേലും നമുക്ക് ഉള്ളി വേണം. ഒരു ഉള്ളി കറിക്കെടുത്താൽ പോരാ, ബാക്കി ഫുള്ള് സലാഡിന്. ഈ സലാഡിന് ഇടാൻ പറ്റിയൊരു പാത്രം ഒപ്പിക്കുക. എന്ന് നോക്കി ഇതാണ് നമ്മുടെ പച്ചക്കറി മൊത്തം കേട്ടോ. ഇതിന് കഴുകി എടുക്കണം. എന്നിട്ട് ഈ കൂടിലേക്ക് വേസ്റ്റ് ആയതിനു ശേഷം ഈ കൂട് മാറ്റണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ്. അല്ലാതെ നമ്മുടെ സെറ്റപ്പ് അല്ല ഇവിടെ. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് വെയിലെന്ന് ചൂട് കൊണ്ട സാധനം ഉള്ളി പെട്ടെന്ന് വാടിക്കോളും അല്ലേടാ? അതിനനുസരിച്ചിട്ടുള്ള കാര്യം വെള്ള കണ്ടന്റ് ഇവിടുത്തെ ഉള്ളിക്ക് കൂടുതലാണ്, ഇവിടെ തണുപ്പുള്ള കാരണം. പക്ഷെ ഏറ്റവും നല്ല നമ്മുടെ ഇന്ത്യൻ ഉള്ളിയാണ് ഏറ്റവും ഡിമാൻഡും. ഏതാ? നമ്മുടെ ചുവപ്പുള്ളി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള തക്കാളി ഏതെന്നറിയോ? ഇന്ത്യൻ തക്കാളി. ഒരു സവോള മുറിച്ചപ്പോൾ 2 എണ്ണം. എൻ്റെ ദൈവമേ, അതെന്തെന്നാലും ഇവനെ ഒരു സവോള മുറിച്ചപ്പോൾ 2 എണ്ണം. 2 പീസല്ലേ? ആ പറ്റിയാ ഒരു സവോളയുടെ വലിപ്പം നോക്കി. ഇതേ മൊത്തം സലാഡിന് എടുക്കാട്ടെ. അതിൽ ഒരെണ്ണം കാണാൻ മീൻകറിക്ക് എടുത്താൽ മതി. മീൻകറിക്ക് ഓവർ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം കുളമായിപ്പോവും അല്ലടാ ലിവിനെ? നമ്മുടെ ഈ കാണുന്ന ചോറിൻ്റെ വെള്ളം തിളച്ച് കേട്ടോ. ഇത് യൂറോപ്യൻ ഗ്യാസും നമ്മൾ വെക്കാൻ പോകുന്ന വേറെ ഗ്യാസും കേട്ടോ. ആ വെള്ളം മറിച്ച് കളഞ്ഞിട്ട് വേണം അതിലേക്ക് അരി ഇടാൻ വേണ്ടി. എത്ര വിസിലടിക്കേണ്ടി വരും ഇടാ? 5 വിസിലെങ്കിലും അടിക്കേണ്ടി വരും. വായത്തിൻ്റെ രക്ഷപ്പെട്ടു. എടാ പിടിക്കണേടാ ലിവിനെ. ഇവിടെ കിട്ടുന്ന മല്ലി ഇലകൾ ഇച്ചിരി മൂപ്പ് കൂടിയതായിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ. നല്ല രീതിയിൽ മൂപ്പ് കൂടിയ മല്ലി ഇലകളായിരിക്കും. ഇത് തുറന്നിട്ടാക്കുന്നതേ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ഈ മൂപ്പ് കൂടിയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിന് പ്രത്യേക ചുവ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടാവുള്ളൂ. നമ്മുടെ സലാഡിനുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ ആയി. അപ്പോൾ അതിലേക്കൊരു ഇച്ചിരി മല്ലിയില വേണം. അപ്പോൾ ആ മല്ലിയില നമ്മൾ അവിടുന്ന് മേടിച്ചാണ്. ഞങ്ങളുടെ കുറച്ച് സവോള കരുതൽ ധനത്തിന് മേടിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ പോകുന്നതിന് മുന്നായിട്ട് തീർക്കണ്ടേ. അപ്പോൾ അതിനുള്ള സർക്കസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മീൻകറിക്കും വേണ്ടി കുറച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മതി, മീൻകറിക്ക് അത്ര മതി. പക്ഷേ ഇത് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നു. എടാ ഇവരിവിടെ പച്ചക്കറി, യൂറോപ്പിൽ പച്ചക്കറി എന്നാ കുറവാണ്. നമ്മുടെ ഇവിടെ ഏതൊക്കെ ടൈപ്പ് പച്ചക്കറിയാണ്? അപ്പോൾ ഇവരാണ് ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്, നമ്മളാണെങ്കിൽ എല്ലാം വേസ്റ്റ്. എനിക്ക് അതാ ഇത് തന്നെ നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിന് കേട് യോഗട്ട് ശരിക്കും പറഞ്ഞാൽ യോഗട്ട് എന്നായിരുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞത്. ആടെ മൊത്തം കേടെന്ന് പറഞ്ഞോണ്ടിരുന്നു. 1 മണിക്കൂർ കിടന്ന് തപ്പി കഴിഞ്ഞിട്ട് അവസാനം സാധനം കിട്ടിയത് നല്ല ഒന്നാന്തരം ചില്ലിയാണ്. കഴിക്കുന്നവൻ്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമാവും. അമ്മാതിരി എരിവാട്ടെ സാധനത്തിന്. നമ്മുടെ ഇവിടുത്തെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സാധനം. അപ്പോൾ ഇതാണോ നമുക്ക് നേരത്തെ തന്ന പൊടി? ഇതിന്റെ പൊടിയായിരിക്കും. ആണോ ഗൈസ്? ഇത് കഴിച്ചാൽ തീർന്നു കേട്ടോ. അമ്മാതിരി എരിവാണ്. അമ്മാതിരി എരിവെന്ന് വെച്ചാൽ അമ്മാതിരി. രണ്ടിനും കൂടെ അത്ര മതി ഇവനെ. 70 അധികം വേണ്ട. നമ്മൾ 70 അധികം കഴിക്കാത്തതുകൊണ്ട് നാളെ പണി കിട്ടും കേട്ടാ. ഇല്ലല്ല, ഞാൻ സമ്മതിക്കില്ല ഗൈസ്. ഈ സാധനം എൻ്റെ സലാഡ് എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ ഇച്ചിരി സാഹിബിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമായിരുന്നല്ലേ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇപ്പം. അവിടെ ഒരു ഇതുണ്ട്, ഒരു പഴമുണ്ട് തിന്നുന്നത്. ബ്ലാക്ക്ബെറി. അത് മൊത്തം തിന്നെ പറഞ്ഞോണ്ടിരിക്കും പുള്ളിക്കാരൻ. എന്നിട്ടോ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ അത് നടക്കും. അത് ഫുള്ള് പഴുത്തിരിക്കുന്നത്. അപ്പോൾ പൂവല്ലേ, അതും കഴിക്കാൻ. ഞാൻ മധുരം ഷുഗർ കട്ടാക്കി കാരണം എനിക്ക് മധുരത്തോട് താല്പര്യമില്ല. ഷുഗർ കട്ടാക്കി.
ഓ പുളി ഉണ്ടാ പുളിയുള്ള നല്ല കിടിലം തൈര് കേട്ടോ ഗൈസ് സലാഡ് റെഡി സലാഡ് റെഡി ആ ഇനി ഇതിൻ്റെ അകത്തുള്ള ഇച്ചിരി അങ്ങനെ തൊടിച്ചും മടച്ചൊക്കെ എടുക്കാനുള്ളേ ഉള്ളൂ ഗൈസ് നമ്മുടെ തൈരും സംഭവം റെഡി കേട്ടോ അയടാ പിന്നെ ആഹാ എന്താ മോനെ സാധനം സെറ്റപ്പ് അല്ലേ പൂള ആ ആ ഇടല്ല കിടിലം സാധനം ഗൈസ് നോക്കൂ നമ്മുടെ മീൻകറിക്കുള്ള ഉള്ളിയാട്ടോ ഈ കാണുന്നത് ഇത്ര മതി ഇത് തന്നെ കൂടുതലാണ് കാരണം ഓവർ കൂടിക്കഴിഞ്ഞാൽ മധുരിക്കും അതുകൊണ്ട് ഓവർ കൂടാതെ വേണം സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലടാ പിന്നെ ഗൈസ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ ഗൈസ് മീൻകറിക്കുള്ള സാധനങ്ങൾ റെഡി ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോവും അവിടെ ചട്ടി തരാം അവിടെ അലിവിനെ ഒരു ഗ്യാസും കൂടി ഉള്ളു കേട്ടോ അല്ലേ ചട്ടി തരാം അവിടെ അലിവിനെ കറി വെക്കുന്ന ചട്ടി വറക്കുന്നതായില്ല ഇപ്പം കറി വെക്കുന്ന മതി എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഗൈസ് എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഈ പേപ്പർ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിനക്കോടാ യൂറോപ്യൻസ് കണ്ട ഒരു സാധനമാണ് പക്ഷേ ഇവര് മരം വെട്ടരുതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മറ്റേ പേപ്പർ യൂസ് ചെയ്യുന്നവരല്ലേ അപ്പൊ ഇവരല്ലേ തെറ്റിയാര് അല്ലേ ഇതിലോട്ടെ നമ്മളിതിന്റെ അത് പറയാനൊന്നുമില്ലേ നമ്മളൊന്നും പറഞ്ഞിട്ടുമില്ലേ ഞങ്ങൾക്ക് അറിയത്തുമില്ലേ ലാസ്റ്റ് വെളിച്ചെണ്ണ കുപ്പി കേട്ടോ ഇനി ഇതും കൂടി ഉള്ളൂ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഫൈനലി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കറിയിലേക്ക് കൈ കടത്താം അല്ലേടാ ലിവിനെ എല്ലാത്തിനും ചെരുവുണ്ട് ഇല്ല നീ പോയ പിന്നെ ഫിസ് അടിച്ചിട്ടില്ല ഇല്ലടാ നീ അടിച്ചിട്ടില്ല നീ പോയ പിന്നെ ഫിസ് അടിച്ചിട്ടില്ല രണ്ടിനും എണ്ണ ഒഴിച്ചു കേട്ടോ രണ്ടും വേറെ പ്രശ്നമുണ്ട് രണ്ടിനും ഇതുണ്ടോ ഇതിന് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് ഈ അലോയ്മെൻറ്റ് പ്രശ്നം എന്ന് പറയുന്നത് കണ്ടോ പിന്നെ അലോയ്മെൻറ്റ് പ്രശ്നമാണ് ഇതുണ്ടോ ഇവിടെ പൊക്കി കൊടുത്താൽ ഇവിടെ കിട്ടും അപ്പോൾ ഇത് അലോയ്മെൻറ്റ് പ്രശ്നമാണ് രണ്ടിനും അപ്പോൾ ഈ രണ്ടിൻ്റെ അലോയ്മെൻറ്റ് ശരിയാക്കണേ ഇവിടുന്ന് നേരെ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുക്കുക എല്ലാ സാധനമുണ്ട് ഒരു വെട്ടിക്കുള്ള എല്ലാ സാധനമുണ്ട് ദേ സംഭവം റെഡിയായി ഇത്രേ ഉള്ളൂ അലോയ്മെൻറ്റ് റെഡിയായി ഇത് താത്തുന്നു ഇത് അടിച്ചു കൊടുക്കുന്നു ചൂട് ഇച്ചിരി കുറച്ച് കൊടുക്കുന്നു മാക്സിമം എല്ലാം കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് നല്ല പരിപാടി ഇല്ലല്ലോ ഇവിടെ കിട്ടുമല്ലോ കറി ലീവ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് അറിയാവോടാ അങ്ങോട്ട് ചെന്നാൽ കിട്ടും ഈ ഇന്ത്യൻസ് കൂടുതലുള്ള താമസിക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാത്ത വർഷം മാത്രമേ നമ്മുടെ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയുള്ളൂ അതെ പുറം രാജ്യങ്ങളിൽ കിട്ടിയ സാധനമെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും പ്രത്യേകിച്ച് മലയാളീസ് നോർത്ത് ഇന്ത്യൻസ് ഇവരൊക്കെയാണ് ഇതിന്റെ ഇത് അല്ലേ ഗൈസ് മീൻകറിക്കുള്ള സാധനം ഇട്ട് കേട്ടോ ഇതിന് വാടി വരണം ഇത് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വാടി വരണം ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഇവനെ 2 പുളി എടുക്കുക ഗൈസ് നല്ല ഒന്നാന്തരം കുടംപുളി നോക്കിയേ 4 അല്ലിയുടെ ആവശ്യമുള്ളൂ അല്ലേടാ 4 അല്ലിയുടെ ആവശ്യമല്ലേ ഉള്ളൂ ഗൈസ് 4 അല്ലിയുടെ ആവശ്യമുള്ളൂ നല്ല കിടിലം പുളി കേട്ടോ നമ്മൾ വിചാരിച്ച പുളിയല്ല നല്ല പുളിയുള്ള പുളി കേട്ടോ ഗൈസ് നമ്മുടെ മീൻ ഇതിലേക്ക് വെക്കാൻ പറ്റുമോ പക്ഷെ മസാല ബാക്കിയാണല്ലോടാ അങ്ങനെ വരാറില്ലല്ലോ ആണോ ഇത് കണ്ടോ നല്ല കിടിലം സാധനം ആഹാ ഓഹോ ഇതതിൻ്റെ പഞ്ഞിമീൻ അതും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നാ നീ 7 എണ്ണന്നേ ചൂട് കാരണമല്ല ചൂട് കാരണം നിൽക്കാൻ പറ്റൂല കേട്ടോ ഞാൻ തുറന്നു ഒരു രക്ഷയില്ലാതെ ലാസ്റ്റ് ഞാൻ തുറന്നു കേട്ടോ ഇതിൻ്റെ അത് ചൂട് കാരണം ഇവിടെ മീൻകറിക്കുള്ള നമ്മുടെ മീൻകറിയുടെ മിസമ്പിൾ ഇതാ ഇവിടെ റെഡിയാകുന്നുണ്ട് കുടംപുളിയുടെ നല്ല ഗംഭീരം മണം ഓഹോ ഇവിടെ നമ്മുടെ മീൻ വറുത്ത് അങ്ങനെ റെഡിയാകുന്നുണ്ട് അതിൻ്റെ അകത്ത് പോയാൽ തിരിച്ചു പോകാനെ നല്ല മീൻ വറുത്തും സാധനങ്ങൾ ഇവിടെ റെഡിയാകുന്നുണ്ട് ഇതേ ചോറ് ഇവിടെ റെഡിയാകുന്നുണ്ട് ലാസ്റ്റ് തിരിച്ചിടാൻ നേരത്തെ നീ നിൽക്കുന്ന നോക്കിയേ ഗൈസ് എന്തെല്ലാം ആട്ടെ എന്നിട്ട് വേണം മീൻ ചേർത്ത് കൊടുക്കാൻ എന്തായാലും നമുക്ക് ഇത് സെറ്റപ്പ് ആക്കാം ഇന്ന് കുഴപ്പമില്ല നോ പ്രോബ്ലം എന്തില്ലേ അപ്പോൾ അത് പിന്നെ വെള്ളം ഒഴിച്ചാൽ ഒന്നും പേടിക്കാൻ ചോറ് റെഡി ആയിട്ടോ അവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അത് ടൈറ്റ് അവിടെ ഇപ്പം വെള്ളം പിന്നെ 100% ഒന്നും ചെയ്യണ്ട അതിൻ്റെ കൊണ്ട് അതിൻ്റെ തണുത്തായി കഴിഞ്ഞാൽ ആ സാധനം കരിങ്കല്ല് പോലെയാവും ഏയ് വേണ്ട ഞാൻ ഇത് കരിഞ്ഞു പോകാതിരിക്കാനാട്ടോ ഇത് പെതിയെ വെച്ചാക്കുന്നത് മീൻ്റെ ഒരു സൈഡായിട്ടോ പിന്നെ മറു സൈഡാവാം അല്ലേ പിന്നെ അതേടാ നീ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണല്ലോ സിഗ്നൽ അതിൽ നിന്ന് മനസ്സിലാക്കണം ഗൈസ് ഇത് വെന്തെന്ന് നല്ല ഒന്നാന്തരം കഷ്ണം കേട്ടോ എന്നുവെച്ചാൽ
ആ ടെസ്റ്റർ ആ. അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ഫിനിഷിങ് അത് തന്നെ guys, അത് തന്നെ. ഫിനിഷിങ് ഫിനിഷിങ് ഗൈസ് ഈ മുട്ടേനെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. മുട്ട കൊണ്ട് ചെരിയുന്നില്ലല്ലോ അലുവിനെ. വാടാ കൂട്ടാ. ഇത് ഇന്നത്തെ ഏറ്റവും ടേസ്റ്റ് ആ മുട്ടയായിരിക്കും. യൂറോപ്യൻ മുട്ട ഞങ്ങൾ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് യൂറോപ്യൻ മുട്ട കഴിക്കുന്നത്. ഇന്ത്യൻ മുട്ട മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. ഗൈസ് ഇച്ചിരി ബാക്കി വന്ന മസാല കേട്ടോ, ഇച്ചിരി എല്ലായിടത്തും തേച്ച് പരപ്പിച്ച് കൊടുത്തേക്കാം. അല്ലല്ലോ ഇവനെ അല്ലേ? മീൻകറി സക്സസ് ആയാൽ മതിയായിരുന്നു, വേറെ ഒന്നും വേണ്ട. കാരണം മീൻകറി സക്സസ് ആയാൽ പിന്നെ നമുക്ക് 2 ദിവസം ഓക്കെ ആവും, അല്ലെങ്കിൽ 2 ദിവസം വേറെ രീതിയിൽ ഓക്കെ ആവും അല്ലേടാ? 2 ദിവസം കറിയൊന്നും വെക്കണ്ടല്ലോ. അവനെ എൻ്റെ അഭിപ്രായത്തിൽ അതങ്ങ് കഴുകി അങ്ങ് ഒഴിച്ചാൽ മതി. ഒഴിക്കണ്ട, വേണ്ട. ഇതിൻ്റെ അകത്തല്ല, മീൻകറീൻ്റെ അകത്ത്. ഗൈസ് മീൻകറിയുടെ സവോള വാടി കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ തക്കാളിയും കൂടെ വാടിക്കഴിഞ്ഞാൽ മസാല ഇട്ട് സംഭവം കയറ്റാം അല്ലേ ലിബി? അതെ അതെ അതെ, 10 മിനിറ്റ് കൊണ്ട് പാടും. ഇവിടുത്തെ ഉള്ളിക്ക് വെള്ള കണ്ടന്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പാടും അല്ലേ? ആ. ഗൈസ് മുളക് പൊടി, അതായത് ഇവിടുത്തെ മുളക് പൊടിയുണ്ട്, ഇതിന് വലിയ എരിവില്ല കേട്ടോ, അപ്പോൾ തിക്നെസ് കൂടുതൽ കിട്ടും. മറ്റേന് എരിവ് കൊണ്ടാ. ഏതിനാ? ഇവിടുന്ന് ഇന്നിപ്പം മേടിച്ചില്ലേ അത്, ഇതിന് എരിവുണ്ട്, നല്ല എരിവുണ്ട്. ഇത് മൊത്തം ഉണ്ടാക്കുക, ഇതിന് തുള്ളി എരിവില്ല. കൂട് കഴിഞ്ഞ് സന്തോഷം. ഇത് എരിവുള്ള, ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഹാ 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 അല്ലേ? ഗൈസ് റെഡിയാക്കി എടുക്കട്ടെ, ഇത് ഗ്രേവി ആക്കട്ടെ കേട്ടോ. ഗൈസ് ഇത് നോക്കിയേ, നല്ല തിക്ക് ഗ്രേവി, അല്ലാതെ ഇവിടുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങേപ്പുറത്ത് എത്തുന്ന പോലത്തെ ഗ്രേവി അല്ല, നല്ല തിക്ക് ഗ്രേവി. ഞങ്ങളുടെ ചൂര ടൂണാന്നാണ് ഇവിടെ ടൂണാന്ന് പറയും. പല വലുതായിപ്പോയല്ലോ. നമ്മളിതിനെ ചൂരാന്ന് പറയും, ഇവരിതിനെ ടൂണാന്ന് പറയും, ചിലരിതിനെ കേരാന്ന് പറയും, ചിലരിതിനെ കേതൽ എന്ന് പറയും, നെയ്മീൻ ചൂരാന്ന് പറയും. ഇതിന് പല പ്രൊണൗൺസിയേഷനുള്ളൊരു മീനാണ്. ഇവൻ പേര് കേൾപ്പിച്ചവനാണ്. യൂറിക് ആസിഡ് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഓവർ കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുമെന്നോ. ഇതും മറ്റേ ഇത് ഓലയും അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നീയോ? ഞാനും അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അല്ലേടാ? ഗൈസ് ഇതിന് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മുക്കി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വീണ്ടും ഇതിനെ നമ്മൾ തിളപ്പിക്കണം അല്ലേ? നമ്മുടെ ഒന്നാന്തരം തിക്ക് ഗ്രേവി ആയിട്ടുള്ള മീൻകറി. ഒരു കുടംപുളീനെ മാത്രം കാണുന്നില്ല, ബമ്പം പുളിയാട്ടോ സാധനത്തിന്. മമ്മിയാണ് പപ്പയാണ് ആരാണ് തന്നു വിട്ടേ? നല്ല കിട്ടില്ല സാധനം. ആഹാ സാധനം റെഡി. ശരിക്കും പറഞ്ഞാൽ കുടംപുളി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ മല്ലിയില ചേർക്കൂല കേട്ടോ, പക്ഷെ ഞങ്ങളൊരു സന്തോഷത്തിനങ്ങ് ചേർക്കുവാണ്. നമ്മുടെ വീട്ടിലൊന്നും ചേർക്കാറില്ല. പിന്നെ ഒരു രസം അല്ലേ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ വാളംപുളി ചേർക്കുവാണെങ്കിൽ ഇത് ചേർക്കാറ്. കുടംപുളിക്ക് സാധാരണ ഇത് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീയോ? ഇല്ല ഗൈസ് നോക്കൂ, ഞാനും കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ. പിന്നെ ഒരു വെറൈറ്റി പൂ പോലത്തെ ഇവിടുത്തെ അരി കേട്ടോ. ഗൈസ് നല്ല ഒന്നാന്തരം മീൻ വറുത്ത്. ആഹാ, ഇതിൻ്റെ പൊടിയും കൂടെ കൂട്ടി കഴിക്കാൻ എന്നെ സെറ്റപ്പ് ആയിരിക്കും എന്നറിയാവോ? ഇങ്ങനത്തെ പാത്രം ഒന്നും ഇവിടെ മേടിക്കാനേ ഓർക്കണ്ട. എത്രയാടാ? എത്രയാടാ? 6000 രൂപ. എൻ്റെ പിന്നെ കിളി വായ്പേട്ടോ അത് കണ്ടപ്പം. പിന്നെ മീൻകറി നല്ല ഒന്നാന്തരം, ചോറും കറിയും സലാഡും. ഇത് ഇന്നും നാളത്തേക്കും കൂടി ഉണ്ടാക്കിയതാട്ടോ. അത് ഉള്ളിയൊക്കെ കൂടുതലാണ്, പോകുന്നതിന് മുമ്പ് ഇതെല്ലാം തീർക്കണം. ഇതവിടെ വെക്കൂടാ ഇരിപ്പിയേ, ഇവിടെ വെക്കാം അല്ലേ? ഇവിടെ ഉപ്പിലിട്ട മുളകുണ്ട്, അതൊന്നും വേണ്ട. ഗൈസ് നമ്മുടെ ഭക്ഷണം നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. അത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം. ഇനിയും ബാക്കിയുള്ള കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ.